ശ്രീ പി സി ജോർജ്, ഇവിടെ ലക്ഷദ്വീപുകാർ ആരുടെയും ഐക്യദാർഢ്യം ആവശ്യപ്പെട്ടിട്ടില്ല. സേവ് ലക്ഷദ്വീപ് എന്ന രീതിയിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തണമെന്ന് അവരാവശ്യപ്പെട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, കേരളത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അരികുവൽക്കരിക്കപ്പെട്ടവർ, നമ്മുടെ വനവാസി സമൂഹമുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇവരെയൊന്നും എന്തുകൊണ്ടാണ് ചേർത്ത് പിടിക്കാത്തത്? ഇവരെയൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ക്യാമ്പയിൻ നടക്കുന്നില്ല? ഇപ്പോൾ കലക്ടർ വാർത്താസമ്മേളനം നടത്തി യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, എന്താണ് ദ്വീപിൽ നടക്കുന്നത് എന്ന്. ഒരു ദ്വീപിൻ്റെ മുഖച്ഛായ മാറ്റുക എന്ന സതുദ്ദേശത്തെ വക്രീകരിച്ച് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് ആരാണ്? അവർ സ്ഥാപിത താല്പര്യക്കാർ തന്നെയല്ലേ? നമ്പ്യാരെ, ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. മിസ്റ്റർ വാണിമേൽ എൻ്റെ ഒരു സുഹൃത്താണ്. വാണിമേൽ ഇത്രയും വികാരം കൊള്ളാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ആവേശം തള്ളിയിട്ട് ഈ മൈക്ക് പോലും പൊട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹം ആവേശം കൊള്ളുന്നത്. അത്ര ആവേശം കൊള്ളരുതെന്ന്. അതായത് ജനപ്രതിനിധികളെ, MLA-മാർ, MP-മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവരെല്ലാം ബഹുമാനിക്കുകയും പാർട്ടി നേതാക്കന്മാരെയൊക്കെ ബഹുമാനിക്കുകയും അവരെയൊക്കെ വാക്ക് വില കൽപ്പിക്കുകയും ചെയ്യണം. ഞാനിതാ ഒരു ഉദാഹരണം പറയാം, അപ്പം വാണിമേൽ മനസ്സിലാവും വികാരം കൊള്ളേണ്ടെന്ന്. ഇവിടെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് മുസ്ലിം തീവ്രവാദികളുണ്ടെന്നും പറഞ്ഞ് നിയമസഭ വന്നു. ഞാൻ നീ പോടാന്ന് പറഞ്ഞു. ഗവൺമെന്റിനോട് തർക്കം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, മുഴുവൻ പേരും വഴക്കുണ്ടാക്കിയ. അതായത് എന്റെ നാട്ടിൽ ഇതില്ല. എന്റെ നാടിനെ പറ്റി വൃത്തിന്ന് പറയുന്നത് ഞാൻ അത്ര ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചു. ഞാൻ ആത്മാർത്ഥമായി ചെയ്തതാ, കള്ളത്തരമല്ല. പക്ഷെ തടീന്റെ പടം നസീറിനെ അറസ്റ്റ് ചെയ്തു. അയാളെ കോടതി പോലീസ് പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ഈരാറ്റുപേട്ടയായിരുന്നു താമസം. എന്റെ അമ്മ, എന്റെ ഗതിയും ആലോചിച്ചേ. ഞാൻ കള്ളനായി. അടുത്ത കേട്ടോ, അയാള് പറഞ്ഞു തഴീന്റെ ദിവസം ജീവിച്ചപ്പോൾ അയാള് പറഞ്ഞ എന്താണെന്നറിയോ, കൂട്ടിക്കൽ പഞ്ചായത്തിലെ അള്ളാപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാൻ തന്നെ റോഡ് ഉൾപ്പെടെ എല്ലാം സൗകര്യം ചെയ്ത് വെച്ചിരിക്കുക. അള്ളാപ്പാറയിലേക്ക് മനുഷ്യന്മാർ, മുസ്ലിങ്ങളുടെ ആടുവെട്ടുള്ള തീർത്ഥാടന കേന്ദ്ര. അതിൻ്റെ അടുത്ത് മുരുകമ്മലുണ്ട് ഹൈന്ദവരുടെ. അത് വെള്ളാപ്പള്ളി നടേശം ഉൾപ്പെടെ അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഇവിടെ ക്രിസ്ത്യാനി കുരിശുമലയുണ്ട്. ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യ മേഖലയായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അവിടെയാണ് ഈ തടീന്റെ നസീർ ബോംബേർ പഠിച്ചത്, വെടിവെപ്പ് പഠിച്ചതെന്ന് പറഞ്ഞു. അന്ന് അവിടെ ആരും ഇല്ല. തടീന്റെ നസീർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചമ്മിയത്. എന്റെ നാട്ടിലായിരുന്നു ഇത് മുഴുവൻ നടന്നതെന്ന്. ഞാൻ അപ്പം തന്നെ അവിടെ ചെന്നു. നസീർ പറയപ്പോ സംശയം, തടീന്റെ കൂടെ നസീർ പറയപ്പോ തടീന്റെ നസീർ എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചമ്മിയില്ലേ, എനിക്കറിയില്ലായിരുന്നു. ചെന്നു പിറ്റേ ദിവസം തന്നെ അവിടെ മുഴുവൻ അതിനടിസ്ഥാനത്തിലാണ് മുരുകമ്പല SNDP വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച് അദ്ദേഹം ഏറ്റു. കുരിശുമല പാറ പള്ളിയെ ഏൽപ്പിച്ചു. ഈ അള്ളാപ്പാറ NDR-ലുള്ള മുസ്ലിം മകളിനെ ഏൽപ്പിച്ചു എന്ന് മാത്രം അവിടം വരെ ടാറിട്ട് അവിടെ മുഴുവൻ കടകളൊക്കെ ആക്കി. പിന്നെ ഒരു ഗുണ്ടായുസവും ഈ തീവ്രവാദം നടക്കുക. ഞാൻ ഇത് പറഞ്ഞ എന്താണെന്നറിയാമോ, വാണിമേൽ വികാരം കൊള്ളണ്ട. നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നടക്കുന്നു. നടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ മതിലിന്റെ കാര്യം പറഞ്ഞില്ലേ, മതിലിക്ക് വേണ്ടി മിണ്ടാൻ ഒരു രാജ്യത്ത് ഒരു MLA ഇല്ലായിരുന്നു. നിയമസഭയ്ക്കകത്ത് സബ്മിഷൻ ഉന്നയിച്ചോടെ ഞാനിന്ന് അത് ദുഃഖിക്കുക. ഞാൻ വിചാരിച്ച മതിലൊരു മാന്യം എന്നാണ്. ഇതുപോലെ കള്ളത്തരം കാണിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പഠിച്ചപ്പോ എന്തിനാ PDP നമ്മുടെ അൻസാരി PDP-യുടെ നമ്മുടെ തിരുവനന്തപുരംകാരൻ പോലീസിൽ നിന്ന് ബലമായിട്ട് പിടിച്ച് രക്ഷിച്ചു കൊണ്ടുവന്ന് പറയാൻ ഇതൊക്കെ ചെയ്തയാളാ ഞാൻ. പക്ഷേ മതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? നമുക്ക് മതി ശരിയാണെന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ സത്യം കണ്ടെത്തണം. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ, ഈ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ തീവ്രവാദ കേന്ദ്രങ്ങളായി മാറാനുള്ള സാധ്യത തള്ളികളാൻ കഴിയും. ഞാനിവിടെ പോയിട്ടുള്ളതാണ്. ഒരു മേഖലയിൽ ജനങ്ങളുണ്ട്, ബാക്കി ഒരു മേഖല മുഴുവൻ കിടക്കുകയാണ്. ആ പാവപ്പെട്ട ജനത്തിനൊന്നും അറിയത്തില്ല. അതെല്ലാം പാവങ്ങളാണ്. അറിയാം, മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അതിപ്പോ എന്ത് ചെയ്യാം, അവർ മുസ്ലിങ്ങളാണ്. അത് ഏത് മതത്തിലും വിശ്വസിക്കണം. തെറ്റ് മുസ്ലിമിന് ജീവിക്കാൻ അവകാശമില്ലേ? അപ്പൊ മുസ്ലിങ്ങളാണ് എന്നുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തണ്ട. പക്ഷെ അവരുടെ അടുത്ത് ഇപ്പോ വലിയൊരു ആരോപണം നിയമസഭ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ എന്താ, നേരിടാത്ത നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ആ ശ്രീജിത്ത് പണിക്കരെ വളരെ വിശദമായി പറഞ്ഞു മിണ്ടാൻ വല്ലതുണ്ടോ? ശ്രീജിത്ത് പണിക്കരോട് എനിക്കൊന്നും മിണ്ടാനില്ലെന്നേ. ശ്രീജിത്ത് പണിക്കരെ തർക്കിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുക. പക്ഷെ അദ്ദേഹത്തെ പറഞ്ഞു കേട്ടപ്പോ ഒരക്ഷരം പോലും എതിർക്കാൻ നമുക്ക് ഒരു സത്യങ്ങൾ മാത്രം അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ നമ്പ്യാരെ, അവിടെ ഒരു സംശയമില്ല തീവ്രവാദ പ്രചരണം നടക്കാനുള്ള സാധ്യതയുണ്ട്.
ഇത് പാവങ്ങളായതുകൊണ്ട് ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അവരെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ സ്ഥിതിയാണ്. രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം, ആ രാജ്യം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ചുമതലയാണതൊക്കെ. ആ ചുമതല നിർവഹിക്കുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കണ്ട. അവരിപ്പോ കരട് പ്രഖ്യാപിച്ചപ്പോഴേ അത് നിയമമാണെന്ന് മുഖ്യമന്ത്രിയെ പോലുള്ള ആള് പറയാൻ എന്തൊരു വിവരക്കേടാ. ഇതൊക്കെയാണ് കുഴപ്പം. ഇവിടെ കേരളത്തിലെ പ്രത്യേകത തന്നെ, ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ട് വളരെ നിർണായകമാണ്. ഞാൻ തന്നെ പരാജയപ്പെടാൻ ഒരു പരിധി വരെ സഹായിച്ചത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസം ഒറ്റക്കെട്ടായതാണ്. തെറ്റിദ്ധാരണ പരത്തി ഞാൻ മുസ്ലിം വിരോധിയാണെന്നുള്ള പ്രചരണം അതൊക്കെ മാറിക്കോളും തന്നെ ചില സത്യം അറിയുമ്പോൾ. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ തമ്പ്യാരെ, ഇവിടെ പ്രതിപക്ഷം അത് തന്നെ പറയും. എന്താ കാര്യം? UDF LDF വോട്ട് മുഴുവൻ മുസ്ലിമിനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഇച്ചിരി ഇരിക്കണ്ടേ? അതുകൊണ്ടാണ് വാണിമേൽ ഇത്ര വികാരം കൊണ്ടത്. വാണിമേൽ വികാരം കൊണ്ടെങ്കിലും മലപ്പുറത്തെ മുസ്ലിങ്ങള് ഭൂരിപക്ഷം കിട്ടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അത്രമാത്രം നിലയിലേക്ക് ഇടതുപക്ഷ പിണറായിസം കടന്നു ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനെതിരായിട്ടാണ് ഇവിടുത്തെ UDF നിൽക്കേണ്ടത്. ഈ പിണറായിസം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം വെള്ളത്തിലാകുമെന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും വേണം. അതല്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് UDF പോകണം. മുസ്ലിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന അറിയാം, അവർക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ. പിണങ്ങിയ കാല സ്വഭാവം. സ്നേഹിച്ചാൽ കരണ് പറിച്ചു കൊടുക്കും, പിണങ്ങിയാൽ തേട്ടിക്കൊല്ലും. ഇതാണ് അവരുടെ സ്വഭാവം. ആ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇത്തവണ ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിൽ പോലും PDP അല്ല SDP കയറി എന്ന് പറഞ്ഞാൽ എന്തൊരു അപകടകരമാണ്. SDP ഈ തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ പറ്റുമോ? SDP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. 5 കൊല്ലം മുമ്പ് SDP ആൾക്കാരുടെ സംരക്ഷണമായിരുന്നു എനിക്ക്. ഞാൻ ഏറ്റവും വിശ്വസിച്ചവരവര്. പക്ഷേ അധ്യാപന കൈവെട്ടിയപ്പോ ഞാൻ മിണ്ടിയില്ല. അല്ല PC, ഈ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടായത്? എന്തോ ഈ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടായത്? പറയാം. തിരിച്ചറിവിന് കാരണം എന്താ നമ്പേരെ? അതായത് ഇവര് കൊലപാതക രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പില്ല. ഇവർ അധ്യാപന കൈയും കാലും വെട്ടിയെങ്കിലും ഞാൻ മിണ്ടിയില്ല. കാരണം അധ്യാപനം എനിക്കറിയാം, ചമ്മലവൻ എന്റെ നാട്ടുകാരനാണ്, അയാളുടെ കാര്യം ഇച്ചിരി മോശത്തിലുണ്ടെന്ന് അഭിപ്രായക്കാരനെ. അതുകൊണ്ടായിരിക്കും. പക്ഷേ അയാൾ കൈവെട്ടാൻ SDP തന്നെ അവകാശം. ഇവിടെ നിയമനുസരിച്ച് നടപടിയല്ലേ സ്വീകരിക്കണം, കൈവെട്ടാവും. ഞാൻ അന്ന് മിണ്ടിയില്ല. അന്ന് ഇവരോട് പറഞ്ഞു ഈ പണി നിർത്ത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ മഹാരാജാസ് കോളേജിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനാണ് അഭിമന്യു. ആ പയ്യനെതിരെ കുത്തിക്കൊന്ന്. എന്ത് കാര്യം? SDP പുറത്തുള്ള ഗുണ്ടകളല്ലേ കൊലപാതകം നടത്തിയത്? ആ കൊലപാതകമാണ് ഇവരുമായിട്ട് ബന്ധം വിച്ഛേദിക്കാൻ കാര്യം. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു SDP ബന്ധം വേണ്ട, ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ ഞാൻ പുറകെല്ലാം കൂച്ചും കരയിച്ചായിട്ട് വന്നത്. കൂച്ചും കരയിച്ചു വന്നപ്പോൾ ഞാനും അവരോട് പറഞ്ഞിട്ടുണ്ട്, സീറ്റ് പോയാലും കുഴപ്പമില്ല അല്ലേ? വീട്ടിൽ പോയപ്പോ കുമ്പം ഞാൻ MLA ആണെങ്കിൽ ഞാൻ ചത്തുപോകും. അതൊന്നും ഞാൻ പറയുന്നത്. MLA അല്ലാത്ത ഞാൻ അന്നും പറഞ്ഞു, MLA അല്ലാത്ത PC ജോർജ് MLA ആയിരിക്കും PC എറിഞ്ഞേക്കാൻ ശക്തനാണ്. MLA ആകുമ്പോ പല കാര്യം റിസർവ് ചെയ്യാൻ നോക്കണ്ട, റിസർവേഷനും ഇല്ല. പച്ചയ്ക്ക് കാര്യം ഞാൻ പറയും, ഞാൻ കാണിച്ചതാ. ഞാനിവരൊന്നും പേടിക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ പച്ചയ്ക്ക് പറയുന്നു. തല്ലും കൊല്ലുന്നു. ആരെ തല്ലും കൊല്ലുന്നു? തല്ലും കൊല്ലും എന്റെ കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളൂ. ഞാൻ 10ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോഴേ തല്ലും കൊല്ലുമായിട്ട് നടന്നവരാ. മനസ്സിലായില്ലേ? ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായിരുന്നു, ഈ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈരാറ്റോടെ കൂടെ നടന്നുകൊണ്ടിരുന്നത് മനസ്സിലായ നമ്പ്യാർക്ക് എന്നെ അഭിനൊക്കെ പഠിപ്പിക്കുന്നു. ഒക്കെ വേട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിഷയം പെടണ്ട. നമുക്ക് ചെയ്യേണ്ട എന്താ? ഇവിടുത്തെ മുസ്ലിം സമൂഹം മാന്യമായി ജീവിക്കുന്നവരാണ്. അതിനകത്ത് തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദികളെ ഒഴിവാക്കണം. നമ്മളെ ഈരാറ്റുപേട്ട വെച്ച് തന്നെ ഞാൻ പറഞ്ഞേക്കാം, 75 കത്തീവുമാരുണ്ട്. അത് 50 കത്തീവുമാരും മുസ്ലിം ലീഗാണ്. പക്ഷെ അറിയപ്പെടുന്ന മുസ്ലിം ലീഗ് അനുഭാവികളാണ്. പക്ഷേ വോട്ട് ചെയ്തപ്പം ആ കത്തീവുമാരെല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്തു. എങ്ങനെ? ഈരാറ്റുപേട്ട മുഴുവൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക PC തോപ്പിക്കാനേ. അപ്പൊ അതിനകത്ത് തന്നെ രാഷ്ട്രീയമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പാടില്ലേ? അപ്പോ മുസ്ലിം എന്ന് പറയുന്നത് വികാരപരമായി നീങ്ങുന്നുണ്ടോ എന്നതുകൊണ്ട് അവരെ വികാരം ഒളിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോ ഈ ദ്വീപിന്റെ പ്രശ്നം എടുത്തിരുന്നത്. ഇത് ശരിയല്ല.
UDF-നോട് എനിക്ക് അപേക്ഷിക്കാറുള്ള, നിങ്ങൾ വെള്ളത്തിൽ പോകും. മുസ്ലിമിന് വാടിമലുണ്ട്, എനിക്കറിയാവുന്നതുകൊണ്ട് പറയുക. നിങ്ങൾ ഈ വികാരം കൊണ്ടാൽ പിണറായി വിജയനെ കിട്ടുന്നുള്ളൂ, നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ശക്തമായ ഇടപെടലുകൾ മുസ്ലിം സമുദായത്തിനിടയിൽ നടത്തണം. നിങ്ങൾ അങ്ങനെ മുസ്ലിം സമൂഹത്തെ ഈ SDP ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ കൊണ്ടുപോയി പിണറായിയെ കൊടുത്തിരിക്കുക. പിണറായി SDP ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് 30 സീറ്റിൽ പിണറായി ജയിച്ചിരിക്കുന്നത് SDP-യുടെ സഹായം കൊണ്ടാണ്. SDP-യും പിന്നെ നമ്മുടെ SNDP ഉണ്ട്. മനസ്സിലായില്ലേ? ഈ SDP പോക്ക് എത്ര അപകടമാണെന്ന് മുസ്ലിം ലീഗ് കരുതണ്ടേ? നിങ്ങളുടെ സീറ്റ് കുറഞ്ഞ എങ്ങനെ? 15 27 സീറ്റിൽ നിന്ന് മുസ്ലിം ലീഗ് 15. എവിടെ പോയി ബാക്കി? അത് മലപ്പുറം ജില്ലയിൽ പോലും പോയി. അതുകൊണ്ട് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ വലിയ ഭീകരന്റെ വായി കൊണ്ട് കൊടുക്കാതെ അത് രക്ഷിക്കുന്നത് എങ്ങനെയെന്നതിനെ പറ്റി ശക്തമായി ചർച്ച ചെയ്യണം. നിയമസഭയിൽ നിങ്ങൾ വലിയ വികാരം കൊണ്ടു, എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടുകയില്ല. അതെല്ലാം പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറയുന്നത് നുണയാണെന്ന് നിങ്ങൾ പച്ചയ്ക്ക് പറയണ്ടേ? നിങ്ങൾ പറയണം, ദ്വീപിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇല്ലാത്ത കാര്യം ഗുണ്ട ആക്ട് കേരളത്തിലുണ്ട്, അവിടെ പാടില്ലെന്ന് പറയാം പിണറായി വിജയന്റെ കാര്യം. ഇവിടുത്തെ പിൻവലിക്കാൻ പിണറായിയോട് നിങ്ങളത് പറയണ്ടേ? അത് വിടുന്നില്ല നിങ്ങൾ. മുസ്ലിം ലീഗ് പറയണം, ഇവിടെ ഗുണ്ട ആക്ട് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ നിയമം കൊണ്ടുവന്നിരിക്കും, നിയമം പാടില്ലെന്ന് പറയുമ്പം ദ്വീപിൽ പാടില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ ഗുണ്ട ആക്ട് മാറ്റുന്നില്ല? നിങ്ങളൊന്ന് ചോദിക്കണ്ടേ? അപ്പം പിണറായിയുടെ ആടുതല്ലിയായിട്ട് മാറുകയാണോ നിങ്ങൾ? പിണറായിക്ക് വേണ്ടി ഓശാന പാടുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ മുസ്ലിം ലീഗ് നേരിട്ട് ഒരു തെറ്റുമില്ല. പാണക്കാട് തങ്ങളുടെ പാർട്ടിയായത്, മനസ്സിലായില്ലേ? പാണക്കാട് തങ്ങളാരാ? DC-യുടെ കഴുത്തിനാരോ പിടിച്ചു. ഓക്കെ, തിരിച്ചു വരാം. മറ്റൊരു ഇടവേള കൂടി, ഉടൻ തിരിച്ചതാം. ജനന്റെ പേര് തുടരുന്നു. ആഫീസേ, അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, ഇത് മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ കസർത്തുകളൊക്കെ എന്ന് തുറന്ന് സമ്മതിച്ചൂടെ? എന്നോടാണോ? തീർച്ചയായും അല്ല, നിങ്ങളിപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. സത്യങ്ങൾ സമാധാനപരമായി കിടന്ന കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരങ്ങളിൽ കിടക്കുന്ന നമ്മുടെ പൗല മുത്തുമണികൾ പോലെ കിടക്കുന്ന ഒരു ദ്വീപ്, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി ജനങ്ങൾ താമസിക്കുന്നൊരു ദ്വീപ്, അവിടെ ഒരു രാവിലെ കൊണ്ടുപോയിട്ട് അവരുടെ ബോഡി യാർഡുകൾ ഇടിച്ചു പൊളിക്കുന്നു, അവിടെ അവരുടെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിൽ മാംസം നിരോധിക്കുന്നു, അവിടുത്തെ ഫാം ഹൗസുകൾ പൂട്ടുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ വ്യക്തമായ വിശദീകരണം കലക്ടർ തന്നിട്ടുണ്ട്, അല്ലാത്തവരും തന്നിട്ടുണ്ട്. അല്ല, അങ്ങ് ഇതല്ല, ഇതിങ്ങനെ ചർവണം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഈ ബീഫ് നിരോധിച്ചു എന്ന് പറഞ്ഞു, പിന്നെ ഈ നേരത്തെ ബീഫ് എന്നല്ല, നിങ്ങൾ അവിടെ ഗോവധം പൂർണ്ണമായി നിരോധിച്ച പശു വധമല്ല, അവിടെ പോത്തിനെ അടക്കാൻ പറ്റത്തില്ല, ആടിനെ അടക്കാൻ പറ്റില്ല, മാംസ നിരോധനം വരുന്നു, അവിടെ മദ്യം വരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടാത്ത മദ്യം നിങ്ങൾ എന്തിനാണ് ഇതിന് പിന്നിൽ? ഇവിടെ നിങ്ങളുടെ തീവ്രമായ ഈ മദ്യമൊക്കെ ആരുടെ കാലത്താ അവിടെ എത്തിച്ചത്? പിണറായി വിജയനാണ് അവിടെ കൊണ്ട് മദ്യം കൊടുത്തത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അവിടെ സെയ്ത് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ റിസോർട്ടുകളിൽ മദ്യം വിളമ്പിയിട്ടുണ്ട്. അല്ലാതെ നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിൽ മദ്യക്കുപ്പികൾ കൊടുത്തിട്ടില്ല. എന്നോടല്ല, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അദ്ദേഹം അങ്ങ് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ അതിന് ആൻസറബിൾ അല്ല. ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. അവിടെ ഇപ്പം തന്നെ ഏറ്റവും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇപ്പൊ ഇന്നത്തെ പ്രമേയത്തില് ആ പ്രസംഗത്തില് പിണറായി പറഞ്ഞത് ലക്ഷദ്വീപിന്റെ സംസ്കാരവും ദ്വീപവാസികളുടെ ജീവിത ശൈലിയും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടണമെന്നാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കണം, കേരളത്തിലെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസവും അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും സംരക്ഷിക്കപ്പെടേണ്ട. എന്തൊരു വിരോധാഭാസമാണ് ആഫീസ് ചെയ്ത്. ഞാൻ അങ്ങോട്ട് ഒരു അതിഥിയല്ലേ, അതിഥിയോടുള്ള ഒരു ചെറിയൊരു മര്യാദ എനിക്ക് സംസാരിക്കാൻ അവസരം തരൂ പ്ലീസ്. അതായത് ഇവിടെ ഒരു ഇത് വന്നു, നിർദ്ദേശം വന്നു, അവിടെ 2 കുട്ടികളിൽ കൂടുതൽ ഉണ്ടായ ആൾക്കാർക്ക് ജനപ്രതിനിധികൾ മത്സരിക്കാൻ പാടില്ലെന്ന്. അങ്ങനൊരു നിയമം ഇവിടെ കൊണ്ടുവന്ന നമ്മുടെ സുരേഷ് ഗോപിയുടെയും നമ്മളിപ്പോൾ ഈ ചർച്ച ചേർത്ത് ജനൻ TV-യുടെ ആഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഇവിടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ഒരു കാര്യത്തിൽ ഒരു പ്രസവത്തിൽ ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം ഒരു പ്രസവത്തിൽ
ഇപ്പോൾ ഇരട്ടക്കുട്ടികളായിപ്പോയി, അല്ലെങ്കിൽ 3 കുട്ടികളായിപ്പോയി, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കുട്ടിക്ക് ശേഷം രണ്ടാമത്തെ ഇരട്ടക്കുട്ടികളായിപ്പോയി. അപ്പോൾ അയാൾക്ക് അല്ലെങ്കിൽ അവർക്കോ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷമല്ലേ വരുന്നത്. നിങ്ങൾ കരട് നിയമം കൊണ്ടുവരുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ആ കരട് നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ യഥാർത്ഥ നിയമം വരുമ്പോൾ പിന്നെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അതുപോലെ അല്ല, കരട് നിയമത്തിലാണല്ലോ സജഷൻസ് ക്ഷണിച്ചിരിക്കുന്നത്. ആ സജഷൻസ് വന്നപ്പോൾ തന്നെ നിങ്ങളവിടെ നിങ്ങളുടെ ഫാസിസത്തിന്റെ കൈ അവിടെ ഉയർന്നു. ബുൾഡോസറിന്റെ രൂപത്തിൽ, നിങ്ങളുടെ നിയമത്തിന്റെ രൂപത്തിൽ നിങ്ങളവിടെ വിദേശികളെ വിലക്കിയിരിക്കുന്നു. അല്ല, ആഫീസി പറയുന്ന കേട്ടാൽ ലക്ഷദ്വീപിലെ എല്ലാ കാര്യങ്ങളും താങ്കൾ അരിച്ച് ഇങ്ങനെ കലക്കി കുടിച്ചിരിക്കുകയാണെന്ന്. ലക്ഷദ്വീപിൽ ആഫീസ്, ലക്ഷദ്വീപിൽ 1 ലിറ്റർ പാലിന് എത്രയാ വില? അങ്ങേക്കുള്ളത് ഈ ലക്ഷദ്വീപിനെ കുറിച്ച് അറിയാത്തവരാണ് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ തെറ്റായ പ്രചരണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങേക്കുള്ളത് പോലെ സൗഹൃദ വലയം എനിക്കുമുണ്ട് ലക്ഷദ്വീപില്. നമ്മുടെ പാലിന്റെ വിലയിലേക്ക് വരുന്ന ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല, പറയുകയുമില്ല, എനിക്കറിയാം. പിന്നെ തെങ്ങിനും കവുങ്ങിനും ഒക്കെ അടിക്കുന്ന മട്ടിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. കാവി ഓർഗാനിക് തേടിപ്പോയി നിങ്ങൾ ഓർഗാനിസത്തിന് പറയുക നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോവിഡ് ബാധിതരെ കൊണ്ട് ചാണകവെള്ളത്തിൽ കുളിപ്പിക്കുന്നത്, ചാണകത്തിൽ പൊതിയിക്കുന്നത്, ചാണകത്തിൽ ഉരുളിക്കുന്നത്. അവരിൽ നിന്ന് ഇത്രയൊക്കെ നീതി. അല്ല ആഫീസ്, അത് അങ്ങനെ ഏതൊക്കെ വിഡ്ഢികൾ എന്തൊക്കെ ചെയ്യുന്നു? അല്ല, ചാണകത്തെ ഉപയോഗിക്കുന്ന കോവിഡ് രോഗികളോട് ചാണകം ഉപേക്ഷിക്കാൻ പറയുന്ന വിഡ്ഢികളാണ് എന്ന് അങ്ങ് സമ്മതിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ പല വിഡ്ഢികളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏറ്റുപിടിക്കാൻ പറ്റുമോ? അത് എന്നോടല്ല ചോദിക്കേണ്ടത്, BJP നേതാക്കന്മാരോട് ചോദിക്കണം. അങ്ങ് BJPയുടെ പ്രതിനിധിയാണ്. അങ്ങനെ ഞാൻ BJPയുടെ പ്രതിനിധിയൊന്നുമല്ല. ഞാൻ ജനം ടിവിയിൽ ഒരു മാധ്യമപത്രന. എനിക്ക് BJPയിലോ RSSലോ ഒന്നും അംഗത്വം ഇല്ല. അത് വെച്ച് എന്നെ കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങക്ക് രാഷ്ട്രീയമില്ല. അങ്ങ് RSSകാരനല്ല, BJPക്കാരനല്ല. പക്ഷേ അങ്ങ് പ്രവർത്തിക്കുന്ന ചാനൽ, അങ്ങയുടെ മീഡിയ, അത് BJPയുടെയും RSSന്റെയും നാവാണ്. അത് നിഷേധിക്കാൻ അങ്ങേക്കും പറ്റില്ല, എനിക്കും പറ്റില്ല. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. BJPയുടെ നാവായ ഞങ്ങൾ ദേശത്തിന് വേണ്ടി, ദേശസ്നേഹികളാണ്, ദേശീയവാദമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ ദേശീയവാദമാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിന് മേൽ കുതിര കയറാൻ പോകുന്ന ലക്ഷദ്വീപിനെതിരെ. അവിടെയാണ് തെറ്റ്. നിങ്ങളും ജനറലൈസ് ചെയ്യാണ്. ഈ ന്യൂനപക്ഷത്തിന് എതിരെയല്ല ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം. കാശ്മീരിൽ ആർക്കെതിരെയാണ് ഉണ്ടായത്? പൗരത്വ ഭേദഗതി ബില്ലിൽ നിങ്ങൾ ആരെയാണ് ലക്ഷ്യമിട്ടത്? ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ എന്തിനാണ് ഫാസിസത്തെ കടൽ കടത്തിയിരിക്കുന്നത്? നല്ലൊരു ടേമാണ് ഫാസിസം. അല്ല, ഒരു സംശയമില്ല. ലക്ഷദ്വീപിൽ കാണുന്ന ഫാസിസത്തിന്റെ കരങ്ങളാണ്. അവർ അവിടെ മുസ്ലിങ്ങളെ ഒതുക്കും, ന്യൂനപക്ഷങ്ങളെ ഒതുക്കും, പട്ടികജാതക്കാരെ ഒതുക്കും. അതിനുശേഷം PC ജോർജിന്റെ ആൾക്കാരെ ഒതുക്കും, PC ജോർജ് ജനപക്ഷത്തെ ഒതുക്കും. അതിനുശേഷം അവർ പണിക്കരെയും നമ്പ്യാരെയും ഒക്കെ തേടി വരും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ആരും ഉണ്ടാവില്ല എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. അവർക്ക് വേണ്ട എന്നെയോ നിങ്ങളെയോ ഒന്നുമല്ല, അവർക്ക് വേണ്ടവരെ അവർ പരിപോഷിപ്പിക്കും. അവർ തീവ്ര സംഘികളാണ്, തീവ്ര അജണ്ടയുള്ളവരാണ്. ശ്രീജിത്തെ, ഒരു മറുപടി അടിയന്തരമായിട്ട് ഒരു മറുപടി ആവശ്യമുണ്ട്. അല്ലെ, ഒന്നാമത്തെ കാര്യം, പണിക്കരെ തേടി വരും എന്ന് പറയുമ്പോൾ പണിക്കരെ ഇതിനോടകം തന്നെ ഇടതുപക്ഷമാണ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. ഉൾപ്പെടുന്ന ആളാണെന്ന് എനിക്കറിയാം. ശ്രീജിത്ത് പണിക്കർ ഉണ്ടെങ്കിൽ CPMന്റെ നേതാക്കന്മാര് വരില്ല. അതാണ് ചാനലുകളിലും അവരെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല ചാനലുകളിലും തത്സമയം അതിന്റെ അവതാരകർ പോലും പറഞ്ഞു. അപ്പൊ എന്നെ ഓൾറെഡി തേടി എത്തിക്കഴിഞ്ഞു. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആശയത്തിനെ ആശയം കൊണ്ട് നേരിടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഈ ബഹിഷ്കരണം, നിസ്സഹരണം എന്നൊക്കെ പറയുന്നത് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പൊ എന്നെയൊക്കെ ബഹിഷ്കരിച്ചിരിക്കുന്നത് ഉത്തരമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവസരം കുറഞ്ഞു പോകുന്നില്ല. അത് കൊള്ളാം. ഇതുപോലുള്ള ദ്വീപ് നിരീക്ഷകരെ നിങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകണം, എന്നാലേ കാര്യങ്ങൾ ശരിയാകത്തുള്ളൂ. നിങ്ങൾക്ക് ഓരോ കാലഘട്ടങ്ങളിലും ജനം TVക്ക് ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ എപ്പോഴും മാറ്റി നിർത്തും ആഫീസേ. നമ്മൾ കണ്ടിട്ടല്ലേ, അത് നിരവധി ഉദാഹരണങ്ങളില്ലേ. അങ്ങനെ പറയാം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട PC ജോർജ് സാറിനെ കാണുന്നത്. അദ്ദേഹം ഇവിടെ ഒരു തെറ്റ് പ്രചരിപ്പിച്ചു. ഞാൻ അതിന് അങ്ങേയറ്റത്തെ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത്തെ, തുടർന്നോളൂ. എന്റെ അവസരമല്ലേ? യെസ്, തീർച്ചയായും. എനിക്കൊന്ന് പൂർത്തിയാക്കാൻ അവസരം തരൂ. അല്ല, ഒന്ന് ശ്രീജിത്ത് തുടങ്ങി വെച്ചതാണ്, അതേ പൂർത്തിയാക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ സംസാരിക്കുകയായിരുന്നു. അല്ല, അപ്പൊ ഞാൻ പറയുന്നത്, പല രീതിയിലുള്ള നിരീക്ഷകരെ നമുക്ക് ലക്ഷദ്വീപിലേക്ക് വിടാം. ഒപ്പം നമുക്ക് അവിടെ മറ്റു പല രീതിയിലുള്ള കർഷകരുണ്ടല്ലോ. ഇപ്പൊ പശു കർഷക നിരീക്ഷകർ, അല്ലെങ്കിൽ പാൽ കർഷക നിരീക്ഷകർ, മത്സ്യകൃഷി കർഷക നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞ് കർഷക കോൺഗ്രസിൽ നിന്നൊക്കെ കുറെ ആൾക്കാരെ നമുക്ക് വിടാമല്ലോ. ജോലിയില്ലാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അതുപോട്ടെ, താങ്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ പല ആൾക്കാരുടെയും ഈ
ബോട്ടുകൾ അല്ലെങ്കിൽ അവർ സൂക്ഷിക്കാനുള്ള ഷെഡുകളൊക്കെ ഇടിച്ച് നിരത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, ആ രീതിയിലുള്ള ഒരു നടപടി അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ നടപടി വരുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി താങ്കൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ആ നടപടിയുടെ പ്രധാനപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് താങ്കൾ മനസ്സിലാക്കേണ്ടത് ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ എന്നൊന്നുണ്ട്, IIMP. ആ IIMPയുടെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന നേരത്തെ നിയമിക്കപ്പെട്ടിരിക്കുന്ന രവീന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ലക്ഷദ്വീപിൽ ഹൈ ടൈഡൽ ഏരിയയുടെ 20 മീറ്റർ ഉള്ളിലുള്ള സ്ഥലത്ത്, അതായത് ഹൈ ടൈഡൽ ഏരിയയിൽ നിന്നും വീണ്ടും ഒരു 20 മീറ്റർ നിങ്ങൾ മാറ്റിയതിനു ശേഷം അതിനുള്ളിലുള്ള യാതൊരു വിധത്തിലുള്ള കൺസ്ട്രക്ഷനുകളും അനുവദിക്കരുത്. അതിന് താൽക്കാലിക കൺസ്ട്രക്ഷന് എക്സംഷൻ പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് തന്നെയുമല്ല, അത് ജനവാസ പ്രദേശങ്ങളിൽ പോലും പല സമയത്തും അത് വന്നേക്കാം എന്ന രീതിയിലും അതിൽ നിർദ്ദേശമുണ്ട്. ഒരു കാര്യം കൂടി, താങ്കളും ഇവിടെ നേരത്തെ ശ്രീ വാണിമേലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ജനപ്രതിനിധികളുടെ അഭിപ്രായത്തിനെ കൂടി പരിഗണിക്കണം എന്നാണ് എങ്കിൽ അവിടെ തന്നെയുള്ള MP പല മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് നടപ്പിലാക്കൂ എന്നാണ് പറയുന്നത്. രവീന്ദ്രൻ കമ്മീഷന്റെ നിർദ്ദേശം നോക്കിയാൽ മതി, ഹൈ ടൈഡൽ ലൈനിൽ നിന്നും 20 മീറ്റർ വരെയുള്ള സ്ഥലം നോക്കുക, അതിനുള്ളിൽ കൺസ്ട്രക്ഷൻ അനുവദിക്കാൻ പാടില്ല. കാരണം കോസ്റ്റൽ ഇറോഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. ഒന്ന്. മറ്റൊന്ന്, താങ്കൾ ഇവിടെ തെറ്റായി പറഞ്ഞിരിക്കുന്ന, ശ്രീ ഹാഫിസ് ഇവിടെ തെറ്റായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവിടെ പോത്ത്, ആട് തുടങ്ങിയവയെ ഒന്നും അറക്കാൻ പാടില്ല, സമ്പൂർണ്ണമായിട്ടുള്ള മാംസ നിരോധനമാണ് എന്ന് പറഞ്ഞു. അത് നിയമത്തിന്റെ ഏതു ഭാഗത്താണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ ആ നിയമം പല ആവർത്തി വായിച്ചതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് കൗ, കാഫ്, ബുൾ, ബുള്ളോക്ക്, ഈ 4 കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഒരു കാവിയേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ മാംസ നിരോധനത്തിനോ ബീഫ് നിരോധനത്തിനോ എതിരായിട്ടുള്ളയാളാണ് ഞാൻ. അതിനെ പിന്തുണയ്ക്കുന്നയാളല്ല. ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മാംസാഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്ന് കരുതുന്നയാളാണ് ഞാൻ. പക്ഷേ നിയമത്തിനെ താങ്കൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്. കൗ, കാഫ്, ബുൾ, ബുള്ളോക്ക് എന്ന് പറയുന്നതിൽ വർഗീകരിച്ച് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പശുവും കാളയും മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ കിടാവുകളും മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത്. അതിൽ യാതൊരു വിധത്തിലും പോത്ത്, ആട് തുടങ്ങിയവയെ പറഞ്ഞിട്ടില്ല. മറ്റ് രീതിയിലുള്ള മൃഗങ്ങളെ അറക്കുന്നതിന് അവിടെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ ലഭ്യമാണ് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയരുത്. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടാത്ത മദ്യം എന്ന്. അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. കാരണം 2 കൗണ്ടുകളിൽ നമ്മൾ നോക്കിയാലും താങ്കൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഒന്ന്, ജനങ്ങൾക്ക് മദ്യം വേണ്ട എന്നാണ് എങ്കിൽ അവിടെ ഈ നിയമത്തിൽ, ഇപ്പൊ ഈ ഗുണ്ട ആക്ട് എന്ന് നമ്മൾ പറയുന്ന പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ബൂട്ട് ലെഗർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി എന്ന് പറയുന്നത് അനധികൃതമായിട്ട് മദ്യം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവിടെ നേരത്തെ തന്നെ നമ്മുടെ കളക്ടർ തന്നെ അവിടെ കൺഫേം ചെയ്തിരിക്കുന്നത് പോലെ മദ്യവുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മദ്യം എന്തായാലും കടലിൽ ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ അവിടെ കൊണ്ടുവന്നത്. അപ്പൊ അത് അവിടെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു കൗണ്ട്. രണ്ടാമത്തെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൽ പറയുന്നതനുസരിച്ചും അവിടെ നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെ അവിടെ ബെവറേജസ് കോർപ്പറേഷൻ തുടങ്ങാനോ ഒന്നുമല്ല അവർ വിഭാവനം ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുന്നു, ടൂറിസം മേഖലയെ വേണ്ടി വളരെ ലിമിറ്റഡ് ആയിട്ട് ടൂറിസ്റ്റുകൾക്ക് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു. ഇപ്പോൾ തന്നെ പറയാമല്ലോ, ഈ ബംഗാരം ദ്വീപുകളൊക്കെ അത് ലഭ്യമാണ് എന്ന് പറയുന്നു. അപ്പൊ അത് കൂടുതലായിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടി അത് ചെയ്യാമെന്ന്. ഇപ്പൊ സമ്പൂർണ്ണ മദ്യനിരോധനം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അത് മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ പോലും ടൂറിസം മേഖലയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മദ്യം ലഭ്യമാണ് എന്നുള്ളത് കൂടി താങ്കൾ മനസ്സിലാക്കുക. ഇനി താങ്കൾ പറഞ്ഞ മറ്റൊരു വളരെ വിചിത്രമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു വാദം, അതും എനിക്കറിയില്ല, ഞാൻ ആദ്യം അത് വിശദീകരിച്ചതിന് ശേഷവും താങ്കൾ ആ തെറ്റായ വാദം എന്തിനാണ് ആവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. 2 ചിൽഡ്രൻ പോളിസി ഇവിടെ ഉണ്ടാവുകയാണ് എങ്കിൽ ശ്രീ സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ എന്താകും അവസ്ഥ എന്ന് ചോദിച്ചു. ഒരവസ്ഥയുമില്ല. അദ്ദേഹത്തിന് 4 കുട്ടികൾ ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടിയല്ല ഈ നിയമം വരുന്നത്. ഈ നിയമം വരുന്ന തീയതിയിൽ ആർക്കെങ്കിലും 2-ലധികം കുട്ടികൾ ഉണ്ടെങ്കിലും അതിനുശേഷമുള്ള 1 വർഷ കാലയളവിൽ അവർക്ക് വീണ്ടും ഒരു പ്രസവത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാലും അവരെ യാതൊരു വിധത്തിലും പഞ്ചായത്തിൽ കണ്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ബാധിക്കുകയില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും നിലവിലുള്ള, ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമല്ല സർക്കാർ സർവീസിലേക്കുള്ള പ്രവേശനത്തിന് പോലും ഏറ്റവും അവസാനം നടപ്പാക്കിയിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഈ നിയമമാണ്. നിലവിലുള്ള ആൾക്കാർക്ക് അത് ബാധകമല്ല. അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് മത്സരിക്കാവുന്ന ഒരു സാധ്യതയുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അയോഗ്യതയുമില്ല. മറ്റൊന്ന്, താങ്കൾ വിദേശികൾക്കുള്ള വിലക്ക് എന്ന് പറഞ്ഞു. എനിക്ക് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. താങ്കൾ യൂട്യൂബിൽ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. വിദേശികൾ അവിടെ വന്നിരുന്ന് ചെയ്തിരിക്കുന്ന വീഡിയോകൾ, ടൂറിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന ബ്ലോഗുകൾ നമുക്ക് കാണാം.
ടൂറിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ, അവർക്ക് അനുവദനീയമായിട്ടുള്ള പല ദ്വീപുകളും ഇപ്പോഴുമുണ്ട്. മറ്റൊന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നത് ആൾക്കാർ എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ നടപ്പാക്കും ഈ ചാണകം ഉപയോഗിക്കുന്നുവെന്ന്. നോക്കൂ, ഈ മിട്ടി ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു തൃശ്ശൂരിലുള്ള നമ്മുടെ പോലീസ് അക്കാദമി, അവരുടെ ട്രെയിനിങ് സ്ഥലം, അവിടെയുള്ള വൃക്ഷങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം കേരള പോലീസിലുള്ള ആൾക്കാർ വിഡ്ഢികളാണെന്നാണോ താങ്കൾ പറയുന്നത്? അതോ ആഭ്യന്തര മന്ത്രി വിഡ്ഢിയാണെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. അത് പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മാർഗമാണ്. മറ്റു വിദേശ രാജ്യങ്ങൾ പോലും അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ശ്രീ വാണിമൽ, അദ്ദേഹം ഇപ്പോഴും ഈ ചർച്ചയിൽ ഉണ്ട്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ഓക്കെ ശ്രീജിത്ത്, ഒരു മിനിറ്റ് പെട്ടെന്ന്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഈ കഴിഞ്ഞുപോയ പ്രമേയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ ലഘൂകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കർഷക നിയമത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിലും ലഘൂകരിക്കാവുന്ന പ്രമേയങ്ങളാണ് പാസ്സാക്കിയതെന്ന് അദ്ദേഹത്തിന് ഒരു അഭിപ്രായമുണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇനി മറ്റൊന്ന്, ഇപ്പോ കേന്ദ്രത്തിന്റെ പുതിയൊരു തീരുമാനമനുസരിച്ച് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ തഴഞ്ഞു എന്ന് പറഞ്ഞു. താങ്കൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റർ ഏകപക്ഷീയമായിട്ടല്ല നടത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റർ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ എ മാറി ബി വന്നാലും കേന്ദ്രത്തിന്റെ നയമാണ് അവിടെ തുടരുന്നത് എന്നുള്ളത് കൊണ്ട് അതിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല. രണ്ട്, ഈ നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കരട് നിയമമാണ്, ഡ്രാഫ്റ്റ് നിയമമാണ്. അത് പൊതുജനങ്ങളിൽ നിന്നുള്ള രൂപീകരണത്തിന് ശേഷമാണ് ഫൈനൽ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഈ നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുകയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നേരത്തെ ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുന്ന സമയത്ത് ഹിന്ദി എന്ന് പറഞ്ഞ ലിങ്ക് ലാംഗ്വേജ് ഇന്ത്യയിൽ പാഠ്യപദ്ധതിയിൽ നിർബന്ധിതമാക്കും എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റിനെ പല സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കടുത്ത രീതിയിലുള്ള വിയോജിപ്പുണ്ടായിരുന്ന സമയത്ത് അതിനെ പിൻവലിച്ചുകൊണ്ടാണ് ആക്ച്വൽ ആദ്യ നിയമം കൊണ്ടുവന്നത്. മറ്റൊന്ന്, ജയിൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് മയക്കുമരുന്നും AK-47 കൊണ്ടുവന്നു. അത് ഏതോ സ്ഥലത്തു നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോയി എന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആധികാരികമായി പറയാവുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കളക്ടറാണ് ആ കാര്യം കൺഫേം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇനി ജനപ്രതിനിധികൾ പറഞ്ഞതാണ് പ്രധാനമെന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ലക്ഷദ്വീപിലുള്ള MP പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അദ്ദേഹം പറയുന്നത്, പരമ്പരാഗതമായിട്ട് ചരക്കുകൾ വരുന്നതും പോകുന്നതും കൊച്ചി, ബേപ്പൂർ തുറമുഖങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചരിത്രപരമായി നിലനിൽക്കുന്ന ഈ പാരസ്പര്യ ബന്ധത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ പറയുന്നതിന്റെ അടിസ്ഥാനം മാംഗ്ലൂരിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ തുറമുഖത്തിലേക്ക് അവിടെ നിന്ന് ചരക്കുകൾ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല എന്നും ബേപ്പൂരിനെ ഒഴിവാക്കുന്നതല്ല എന്നും ബേപ്പൂരിൽ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് കൂടുതൽ സൗകര്യമുള്ള ഒരു തുറമുഖം ഉണ്ടാകണമെന്നുള്ളത് ലക്ഷദ്വീപിലെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ നിരന്തരമായ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്ന് NCPയുടെ അവിടെ നിന്നുള്ള MP പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശ്രീ വാണിമൽ പറഞ്ഞതുപോലെ അവിടെയുള്ള ജനപ്രതിനിധികളെയാണ് വിശ്വസിക്കേണ്ടത് എങ്കിൽ ഇന്ന് ഈ നയം അല്ലെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കിയിരിക്കുന്ന മുഖ്യമന്ത്രിയെ അവിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്ന് തീർച്ചയായും. രണ്ട്, അവിടുത്തെ ഡയറികൾ, ആ ഡയറികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കളക്ടർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ പോലും ആവർത്തിച്ചത് എന്നും അതൊരു വിവാദമായിട്ടുണ്ട് എന്നും ശ്രീ വാണിമൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിയമവും അതിൻ്റെ കരടും ഒക്കെ ഒന്നുകൂടി വിശദമായി വായിച്ച് പഠിക്കണം ശ്രീ ഓഫീസർ. തിരിച്ചെത്താം, ഒരു ഇടവേള കൂടി, ഉടൻ തിരിച്ചെത്താം. ശ്രീ വാണിമേൽ, ചർച്ച അവസാനിക്കാൻ 4-5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയം ഞാൻ താങ്കൾക്ക് അനുവദിച്ചിരിക്കുകയാണ്. ഇവിടെ നിയമത്തിലുള്ളതും നിലവിലുള്ള നിയമത്തിലുള്ളതും കരടിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പുറത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റായ പ്രചരണങ്ങളും വളരെ വ്യക്തമായി ശ്രീജിത്ത് പണിക്കർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ ആശങ്കയിലാക്കുന്നത്? അതിനെന്തിനു കുട പിടിക്കുന്നു നിങ്ങളെപ്പോലുള്ളവർ? ആദ്യമായിട്ട് ഞാൻ രണ്ട് ദുരിതത്തിലാണ്. ഒന്ന്, ഇവിടെ എൻ്റെ മുമ്പിൽ ടെലിവിഷൻ ഇല്ല. രണ്ടാമത്തത് എനിക്ക് സമയം തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ആദ്യമായി മുസ്ലിം എന്ന പദത്തിന്റെ പേരിലാണ് നിങ്ങൾ ഞങ്ങളുടെ വർഗീയവയെന്ന് വിളിക്കുന്നെങ്കിൽ ഞങ്ങൾ ലോകം അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാലമത്രയായിട്ട് ഒരു ഏജൻസിയും ഞങ്ങൾക്കെതിരെ അങ്ങനെ ഒരു ശബ്ദം ഉയർത്തിയിട്ടില്ല, ഒരു തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. നീണ്ട 10 വർഷക്കാലമായി പാർട്ടിയുടെ ഞങ്ങൾ തുറന്ന സംവാദത്തിന് തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ഒറ്റയാനായ PC ജോർജ്. ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഞങ്ങൾ പിണറായി വിജയന്റെ നയത്തിന് അനുകൂലമായിട്ടല്ല. ഈ വിഷയത്തിൽ മനുഷ്യന്റെ ജീവിതം ലക്ഷദ്വീപിലെ മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കുന്നതിൽ ലോക ജനതയോടൊപ്പം ഞങ്ങളുണ്ടെന്നാണ് പറഞ്ഞ അർത്ഥം. ഞങ്ങൾ പിണറായി വിജയന്റെ
അരുതായ്മകൾക്കെതിരെ പടപുരുതും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ അടിപറ്റിയിട്ടില്ല. ഞങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പരിമിതമായ ശതമാനമാണ് കുറഞ്ഞത്. അതിന് കാരണം ഒരു മുന്നണിയാകുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടാളികളുടെ, ഞങ്ങളോടൊപ്പം നിന്ന ആളുകളുടെ സമീപനത്തിൽ മാറ്റമുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കുകയാണ്. വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, പണിക്കർജി പല കാര്യങ്ങളും ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ കരട് പ്രമേയം ആണെന്ന് പറയുമ്പോഴും അവിടെ കുട്ടികൾക്ക് കുടിക്കാൻ മുലപ്പാലില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞിരിക്കുന്നു. ഈയിടെ ലക്ഷദ്വീപിലെ ദുരിതമണി ജനങ്ങളെ കുറിച്ച് മോഹിച്ചർ എന്ന ഉറുദു കവിതയുണ്ടായിരുന്നു. അറിയാമോ? മോണകാട്ടി പൊട്ടി കരയുന്ന കുരുന്നിന്റെ ചുണ്ടിൽ നുണക്കാൻ പാലില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് പാല് ചേർത്താൻ മുലപ്പാലില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദുരിതമാണ്. ഇത് കരട് പ്രമേയം എന്നൊരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ നടത്തുന്ന കിരാതമായ വാഴ്ച പൊറുക്കപ്പെടാൻ കഴിയാതെ. അദ്ദേഹം ഒരു കോർപ്പറേഷൻ ഏജന്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉള്ളിരിപ്പ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അമിത്ഷാ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റിയാൽ അവിടെ അവസാനിക്കും പ്രശ്നം, അതാണോ? ഇദ്ദേഹം ഇത് തുറന്നു പറയാണ്, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇദ്ദേഹം ഭരണ സംവിധാനത്തെ കുറിച്ച് അറിയാത്തവരാണ്. മനുഷ്യന്റെ വികാരങ്ങൾ അദ്ദേഹം അവിടെ മന്ത്രിയായിരുന്നു ഗുജറാത്തിൽ, പിന്നെ എങ്ങനെയാ ഭരണ സംവിധാനത്തെ കുറിച്ച് അറിയാത്ത ആളാണെന്ന് പറയുന്നത്? ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. ജനങ്ങളുടെ വികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ജനവികാരം മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റ് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശം നൽകുന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ആവർത്തിക്കുകയാണ്. മറ്റൊരു ഞാൻ പറഞ്ഞിരട്ടെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജനപ്രതിനിധികൾ പറയുന്നത് മുഴുവൻ നമ്മൾ അംഗീകരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ BJPയുടെ ഘടകമാണ് പറയുന്നത്. അവിടുത്തെ മനുഷ്യരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഭക്ഷ്യവസ്തുക്കളുടെ കുറവ് വന്നിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ് എന്ന്. ജോർജ് സാർ ഒന്നുകൂടെ പറയട്ടെ. ജോർജ് സാർ, ഞാൻ വികാരം കൊണ്ടത് മറ്റൊന്നും കൊണ്ടും വരുന്നവരോ വലുതായി ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ ചിലപ്പോൾ ശബ്ദങ്ങൾക്ക് ഒരു ശൗര്യത ഉണ്ടാകും, ഘോരമായ ഒരു പ്രകമ്പനം ഉണ്ടാകും. അത് മാനസികമായ അവസ്ഥ കൊണ്ടല്ല, തെറ്റുകൾ ചെയ്യാത്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ബോധം അംഗീകരിക്കാൻ കഴിയാതെ കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാണ് നിങ്ങൾ അനിൽജി, ഈ വിഷയത്തിൽ ഒന്ന് തുറന്നു പറയാണ്, പട്ടേലിനും കഡ്രിക്കുമെതിരെ കൂടുതൽ പഞ്ചായത്തുകാരുടെ രംഗത്ത് വന്നിട്ടുണ്ട്. അന്ത്രോത്തും അഗത്തിയും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ലക്ഷദ്വീപിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഭീകരവാഴ്ചയിൽ അവർക്ക് പണ്ട് എങ്ങനെയാണോ ഉള്ളത്, സമാധാന അന്തരീക്ഷത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശമാണ് അവർ ചോദിക്കുന്നത്. അത് തടസ്സപ്പെട്ടപ്പോഴാണ് തുലവും പരിമിതം എത്ര ആളുകൾ അവരുള്ളത് 75,000 പേര് മാത്രമേ ഉള്ളൂ. 75,000 പേരുള്ള ആളുകൾ, ഏതാണ്ട് 75,000 ആളുകളും പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതിന്റെ കാരണമാരാണ്? ഈ അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് 4 അവിടെ കഴിഞ്ഞു പോയ ദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടല്ലോ 4 പേർ, അവരെന്താ പറഞ്ഞത്? ഇദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങൾ കാലത്തമാണ്, ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പെട്ടെന്ന് ശ്രീത് പണിക്കർ പെട്ടെന്ന് പറയാം, അവസാനിക്കാൻ പോകുന്നു. പറഞ്ഞത് ഈ കുട്ടികൾക്ക് മുലപ്പാല് പോലും കിട്ടാത്ത രീതിയിലുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ കണക്കുകൾ അത് ശരിവെക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള 14 ജില്ലകളുണ്ട്, 14 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. അതിൽ 4ാം സ്ഥാനത്താണ് ലക്ഷദ്വീപ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള 4 സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1 കേരളം, 2 ചണ്ഡീഗഡ്, 3 ഗോവ, 4 ലക്ഷദ്വീപ് എന്നാണ്. അദ്ദേഹം പറഞ്ഞതും കണക്കുകളും തമ്മിൽ യോജിക്കുന്നില്ല എന്ന് ശ്രീ വാണിമേലിനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ശ്രീ വാണിമേൽ, ഈ ലക്ഷദ്വീപിൽ ഈയിടെ കഴിഞ്ഞു പോയി 3 അധ്യക്ഷന്മാരുണ്ടായിരുന്നു. അവരെന്താ കപ്പേർ ചെയ്ത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും? ഇദ്ദേഹത്തിന്റെ നടപടി തെറ്റാണ്. ഇദ്ദേഹത്തിന്റെ നടപടികൾ ഒരിക്കലും ദ്വീപിലെ ജനങ്ങൾക്ക് ആശ്വാസമല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതം വഴിമുട്ടിക്കുമെന്ന് പറയുന്നത് ഞാനല്ല, പിണറായി വിജയനല്ല, അനിൽജിയല്ല പറയുന്നത്. നേരത്തെ അവിടെ അതിന് മറുപടി എന്ന് പറയുമ്പോ അനിൽജി, നിങ്ങൾ ചോദിച്ചു ഈ അഡ്മിനിസ്ട്രേഷൻ മാറിയാൽ നന്നാകുവാണ്. ശരിയാണ്, കഴിഞ്ഞു പോയ ദ്വീപിലെ ശ്രീ വാണിമേൽ ക്ഷമിക്കുക, സമയപരിമിതി കൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു പതിപ്പായെ നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ ഈ പ്രമേയത്തെ കാണാനാവൂ. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാര നിർദ്ദേശങ്ങൾ
പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് തന്നെ പുലി വരുന്നേ പുലി എന്ന് അലറി വിളിച്ചൊരു നാടിനെയും നാട്ടാരെയും ഭീതിയിലാഴ്ത്തുന്നവരുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കലും അപമാനിക്കലുമാണ്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.